എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ അതിഗംഭീര വിജയത്തിനും അതിന് പിന്നാലെ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നടത്തിയ ഒരു മനോഹരമായ പ്രവൃത്തിയെക്കുറിച്ചുമാണ്. മുംബൈ ഇന്ത്യൻസ് IPL സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യ ചെയ്ത് കണ്ടപ്പോൾ കേവലം മുംബൈ ആരാധകർ മാത്രമല്ല, ക്രിക്കറ്റ് പ്രേമികൾ മുഴുവനും അദ്ദേഹത്തെ ആദരിച്ചു. മുംബൈ ടീമിന്റെ ഉടമയായ നിത അംബാനിയും ഹാർദിക് പാണ്ഡ്യയുടെ ഈ പ്രവൃത്തിയിൽ അതിശയിച്ച് അദ്ദേഹത്തെ പ്രശംസിച്ചിരിക്കുകയാണ്. വാൻഖഡെ സ്റ്റേഡിയത്തിൽ നടന്ന ഈ തകർപ്പൻ മത്സരത്തിൽ മുംബൈയും കൊൽക്കത്തയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആദ്യ ബാറ്റിംഗ് അവസരം ലഭിച്ചു. കൊൽക്കത്തയ്ക്ക് വേണ്ടി ക്വിന്റൺ ഡികോക്കും സുനിൽ നരൈനും ചേർന്ന് ഇന്നിംഗ്സ് ആരംഭിച്ചെങ്കിലും അവരുടെ തുടക്കം മോശമായിരുന്നു. വെറും 45 റൺസ് എന്ന സ്കോറിൽ തന്നെയാണ് കൊൽക്കത്തയുടെ പകുതിയോളം വിക്കറ്റുകൾ നഷ്ടമായത്. മുംബൈ ഇന്ത്യൻസ് ബൌളർമാർ മത്സരത്തിന്റെ ആദ്യ ഓവർ മുതൽ തന്നെ ആധിപത്യ പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. അവർക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതാൻ ശ്രമിച്ച അങ്കികൃഷ്ണ രഘുവംശി 26 റൺസ് നേടുകയും പിന്നീട് റിങ്കു സിംഗും മനീഷ് പാണ്ഡെയും സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് വലിയൊരു സ്കോർ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒടുവിൽ കൊൽക്കത്തയുടെ മുഴുവൻ ടീം വെറും 116 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മുംബൈ ബൌളർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് യുവതാരം അശ്വിനി കുമാർ ആയിരുന്നു. അദ്ദേഹം 4 വിലയേറിയ വിക്കറ്റുകൾ വീഴ്ത്തി കൊൽക്കത്തയുടെ ശക്തമായ തിരിച്ചുവരവിന് തടയിടുകയായിരുന്നു. 117 റൺസ് എന്ന ലളിതമായ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് 13 ഓവറിൽ തന്നെ തങ്ങളുടെ ജയം ഉറപ്പാക്കി. മുംബൈക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം റിയാൻ ഡെക്കർട്ടൺ ആയിരുന്നു. താരം 62 റൺസ് നേടി ടീമിനെ വിജയതീരത്തേക്ക് നയിച്ചു. അതേസമയം സൂര്യകുമാർ യാദവ് വെറും 9 പന്തിൽ 27 റൺസ് അടിച്ച് ആരാധകരെ ആവേശഭരിതരാക്കി. മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും മികച്ച ലീഡർഷിപ്പ് കാഴ്ചവെച്ച് ടീമിനെ ആധിപത്യത്തോടെ മുന്നോട്ട് നയിച്ചു. മുംബൈയുടെ ജയം കാണാനെത്തിയ ആരാധകർ സ്റ്റേഡിയത്തിൽ ആഘോഷത്തിൽ മുങ്ങിയപ്പോൾ കൊൽക്കത്ത ക്യാമ്പിൽ കടുത്ത നിരാശയായിരുന്നു. പക്ഷേ എല്ലാ ആരാധകരെയും ഞെട്ടിച്ചിട്ടുള്ളതും ഹാർദിക് പാണ്ഡ്യയോടുള്ള ആദരവിന്റെ ഏറ്റവും വലിയ തെളിവുമായിരുന്നു മത്സരം കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രവൃത്തി. മത്സരത്തിനുശേഷം മുംബൈയുടെ എല്ലാ താരങ്ങളും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നേരെ രോഹിത് ശർമ്മയിലേക്ക് ചെന്നു. നിസാരതയുടെ പ്രതീകമായി അദ്ദേഹത്തിന്റെ കാൽ തൊടുകയും അനുഗ്രഹം തേടുകയും ചെയ്തു. ക്യാപ്റ്റൻ ആയിട്ടും മുൻ ക്യാപ്റ്റനെ ഇത്രയും ആദരവോടെ കാണുമ്പോൾ അത് കണ്ട ആരാധകരും താരങ്ങളും മുഴുവനും അമ്പരന്നുപോയി. രോഹിത് ശർമ്മയും ഈ കാഴ്ചയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ പിന്നിൽ തട്ടി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ മനോഹര ദൃശ്യങ്ങൾ കണ്ടതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യ പ്രതികരിച്ചതിങ്ങനെയായിരുന്നു: ഇന്നത്തെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണമൊരുക്കിയത് എന്റെ ടീമിന്റെ അതുല്യമായ പ്രകടനമാണ്. പ്രത്യേകിച്ച് അശ്വിനി കുമാറിന്റെ ബൌളിംഗ് അത്രയും അർഹിച്ച ഒരു പ്രകടനം തന്നെയാണ് അത്. ഇന്നത്തെ കളിയിൽ സൂര്യകുമാർ യാദവിന്റെ പ്രകടനവും അതിഗംഭീരമായിരുന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് അദ്ദേഹം എന്നായിരുന്നു ഹാർദിക് പറഞ്ഞത്. മുംബൈയുടെ ജയം തികച്ചും അർഹിച്ചതാണെന്നും താൻ ക്യാപ്റ്റനായി ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവാനാണെന്നും ഹാർദിക് വ്യക്തമാക്കി. അതിനൊപ്പം നീത അംബാനിയോടുള്ള നന്ദിയും ഹാർദിക് പ്രകടിപ്പിച്ചു. മുംബൈ ഇന്ത്യൻസ് എന്ന വലിയ ടീം എന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതിന് ഞാൻ നീത മാമിന് ഹാർദവമായ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ വർഷം IPL ട്രോഫി ഉയർത്തും. അതിന് ഞങ്ങളുടെ ടീമിന് എല്ലാ കഴിവുമുണ്ട് എന്നായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ആത്മവിശ്വാസഭരിതമായ വാക്കുകൾ. മറ്റു ക്രിക്കറ്റ് ആരാധകരും ഈ സംഭവങ്ങൾ കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ഇപ്പോൾ എല്ലാ ഫാൻസിനും ഒരു ചോദ്യമുണ്ട്: ഈ വർഷം IPL ട്രോഫി ഏത് ടീം ഉയർത്തും? ചെന്നൈ സൂപ്പർ കിങ്സോ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ, മുംബൈ ഇന്ത്യൻസോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടാതെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.